താത്തയും മോനും ഇറങ്ങി വന്നു. ഓരോട് വെച്ചെന്തെങ്കിലും കുഴപ്പമുണ്ടോ മേളിൽ? ഒരു പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, പോകാൻ പറ്റും പൊക്കോന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ആശ്വാസം. മറ്റേ നമ്മൾ കൊണ്ടുവന്ന ഗൈഡ് ഇപ്പോൾ അതുകൊണ്ട് മുന്നേ പോയി. അപ്പോൾ മുതൽ ഇത്ര വരെ നമ്മൾ മുന്നേ പോയിട്ട് അവൻ പുറകെ വരുള്ളായിരുന്നു. നല്ലോണം പേടിച്ചു. നല്ലോണം പേടിച്ചു. അവൻ മൊത്തത്തിൽ സൈലന്റ് ആയി. മൊത്തത്തിൽ വരണ്ടു. രണ്ടുപേരും ചോദിച്ചു പോണോ, നിനക്ക് പോണോ? നമ്മൾ പറഞ്ഞു പോണം. അതുകൊണ്ട് പോയതാ. ഇപ്പൊ അവൻ ചേച്ചിനെ കണ്ട് കാര്യം ചോദിച്ചപ്പോ ഇപ്പൊ അവൻ മുന്നേ പോകുന്നുണ്ട്. നമ്മൾ ഓൻ്റെ ഒപ്പമല്ലേ വന്നത്. ഓനടുത്ത ലോക്കൽ, അവിടുത്തെ ഗൈഡ്. ഓൻ പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പേടിക്കുമല്ലോ. അതിലിപ്പോ ഇല്ല. ഇത്തനെയുള്ള ഏറ്റവും ഇങ്ങനെ കിടക്കുക. അതിനൊരു മാറ്റം വന്നിട്ടില്ല. വഴിയൊന്നുമില്ല. ചുമ്മാ മല കയറുക. എത്ര മണിക്കൂറായിട്ട് ഇങ്ങനെ കയറുക. ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കണം. ചെമ്മരിയാടുകളെ കാണാം. അങ്ങോട്ട് പോണാനി ഇങ്ങനെ മല കയറുക. വഴിയൊന്നുമില്ല. ചുമ്മാ കയറുക. കുഴഞ്ഞിക്കണം. നമ്മള് നല്ലൊരു കയറ്റം, ഒറ്റ കയറ്റം കയറി. സീൻ കയറ്റമായിരുന്നു അല്ലേ? അതുകൊണ്ട് ചങ്ങയുടെ കിടപ്പുണ്ട്. ഞാനിത് ദേ കിടക്കണു. ഡെഡായി എത്ര ആയിട്ടുണ്ടെന്ന് അവൻ പറയണേ. എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയണ അവന് മനസ്സിലാവില്ല. എന്താ പറയണെന്ന് വെച്ചിട്ട് എത്രയെന്ന് പറഞ്ഞേ. ബാ നമുക്കിനി അങ്ങോട്ടാ പോകാനുള്ളത്. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. ഒരു പാട്ടൊക്കെ ഇട്ട് വൈബായിട്ട് വരണേ. നമ്മള് നല്ല പേടിച്ചിട്ടാ വന്നേ. Kerala. And you are from? നമ്മൾ ഏകദേശം എത്താറായി. കുറേ അധികം ടൂറിസ്റ്റേഴ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ ആയെന്ന് തോന്നുന്നു. അതുകൊണ്ടാവാം നമ്മൾ നേരത്തെ ഇവിടെ എത്തി കയറാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പം ആരും കാണാഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. കുതിരയിലാണ് എല്ലാവരും വരുന്നത്. നമ്മൾ മാത്രമേ നടന്നിട്ട് വഴി കണ്ടൊരു ചങ്ങായി പറഞ്ഞു, കുതിരക്കാരൻ തന്നെ പറഞ്ഞത്, കുതിരയിൽ വന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കുതിര കുലുങ്ങിയായിരിക്കും വരിക. നമ്മളത് പിടിച്ചിരിക്കാൻ മാത്രമേ പറ്റൂ. നടക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് സാവധാനം ആസ്വദിച്ച് കയറിയാൽ മതി. അത് കുതിരയിൽ പോയാൽ കിട്ടൂല. എനിക്ക് പറയാനുള്ളത് ശരിക്കും ഒരു ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഗൈഡ് മസ്റ്റ് ആണ്, ഗൈഡ് വേണം, വഴി കണ്ടുപിടിക്കാൻ പാടാണെന്നൊക്കെ. ഇത്രയും കയറി, ഇനി കുറച്ചും കൂടെ ഉള്ളൂ ബാക്കി ഞങ്ങൾക്ക്. ശരിക്കും ഇങ്ങോട്ട് കയറി മനസ്സിലായി ഇത് നടന്ന് വഴി തെളിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിൽ പോകുന്ന കുതിരയുടെ കാൽപ്പാടും ഒക്കെ ആയിട്ട് വഴിയില്ലെങ്കിൽ പോലും അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതിലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കുതിരകൾ പോകുന്നുണ്ട്. ഓരോ ബാക്കിൽ പോയാൽ മതി. നമുക്ക് ശരിക്കും ഒരു ഗൈഡിന്റെ ആവശ്യമില്ല. എന്തായാലും ഇനി എത്താറായി, ഒരുപാട് ദൂരമൊന്നുമില്ല. ഇനി മേളിലേക്ക് ചെല്ലാൻ മതി. സംഭവം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ ഇപ്പൊ പറയാ. ഇത് നിങ്ങൾ ഈ കാശ്മീർ എവിടെയും പോയില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വരാനായിട്ടൊന്ന് ശ്രമിക്കാൻ നോക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം അത്രയുണ്ട്. അത്ര അടിപൊളി ഒരു സ്ഥലം കേട്ടോ, സീൻ സ്ഥലം. നമ്മളെ ഏകദേശം ട്രക്കിംഗ് ആയി കഴിഞ്ഞു. നമ്മളെ വാലിയിലെത്തി, തുലിയാൻ വാലിയിലെത്തി. ഇതാണ് തുലിയാൻ വാലി. ഇനി ലേക്ക്. പിന്നെ ഇന്നത്തെ പരിപാടി എന്താ, ഇവിടെ സ്റ്റേ ചെയ്യണോ വേണ്ടെന്നൊക്കെ നോക്കിയിട്ട് തീരുമാനിക്കാന്ന് വിചാരിച്ചു. കാര്യം ഇന്നിവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവൽ അനുഭവമായിരിക്കും. ഇത്രയും കയറി വന്നിട്ട് അത് മിസ്സാക്കുന്നതിനെ കുറിച്ച് കുറച്ച് റിഗ്രറ്റ് അടിക്കേണ്ടി വരും. അതുകൊണ്ട് നോക്കട്ടെ. ആ കാട് കടന്നിട്ടോ വന്നത്. ഇനി നമുക്ക് കാട് കടക്കാനില്ല, ഇനി നമുക്ക് ആ മല കയറാനേ ഉള്ളൂ. हम दोनों അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ അടുത്തുള്ള കൂട്ടുകാരെ ചേച്ചി പറഞ്ഞു മഴ വരുന്നുണ്ട്, വേഗം പോയി കണ്ടിട്ട് വന്നു.
അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ, 1 കിലോമീറ്റർ മറ്റേ കണ്ടേ ഉള്ളൂ ലേക്കിലേക്ക്. ഇതാണ് വാലി. വാലി ഒരു രക്ഷയില്ലാത്ത വാലി. ഇനി ലേക്കും കൂടെ കണ്ടിട്ട് വരാം. നല്ല വെള്ളം കേട്ടോ, കിടിലും നല്ല കളറുണ്ട് വെള്ളത്തിന്. സീൻ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ വേറെ മലയൊക്കെയാണോ കേട്ടോ കാണുന്നത്. അതിൻ്റെ അടിയിൽ നിന്നോ അതിൻ്റെ അപ്പുറത്തുനിന്നോ അവിടുന്ന് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വന്നത്. പോയൊക്കെ അതായത് കാശ്മീർ വന്നതിൽ മുതലായിട്ട് തോന്നിയൊരു സ്ഥലം ഇതല്ലേ അതായത്. ക്യാമറയിൽ കാണുന്നതൊന്നും അല്ല ഇത്, നേരിട്ട് കാണണം, ഇതിന്റെ ഫീല് മനസ്സിലാവും. നമ്മൾ വിചാരിച്ച കണക്കല്ല, വലിയേ ഉള്ളൂ ഇവിടെ. ഇവിടുന്നും കുറെ ദൂരെ പോയാലേ ലേക്ക് വരുള്ളതാ ഇപ്പൊ പറയണേ. ഇത് തോന്നുന്നു ആ ദൂരെ കാണുന്ന മലയുടെ മേളിൽ കയറേണ്ടി വരുന്നു. അതുപോലെ അതിന്റെ അടുത്ത് ആഴെങ്കിലും പോകേണ്ടി വരും. അത്യാവശ്യം നല്ല ദൂരെയാണ്. എന്തായാലും സ്ഥലം ഓപ്പൺ വാലി, അതിന്റെ കാടിന്റെ ഫീൽ അല്ല, ഇത് ഭയങ്കര പ്ലഷർ ആയിരുന്നു സ്ഥലം. ഇത്രയും പ്ലഷർ വേറെ എന്തും തരാൻ പറ്റുന്ന ഇതിപ്പോ എന്റെ മുഖം കാണാം. ഞങ്ങള് എത്ര നടന്ന് എത്ര കഷ്ടപ്പെട്ട് ഇവിടെ എത്തിയാൽ നിങ്ങൾ വീഡിയോയിൽ കണ്ടു. എന്നിട്ട് ഈ മുഖം ഇങ്ങനെ വെക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുമാത്രം അതിണ്ട്, ആ സംഭവം, ആ എനർജി ഉണ്ടെന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കിയാൽ മതി. വീഡിയോയിൽ എന്താ ഉള്ളത്? വീഡിയോയിൽ ഒന്നും എടുത്തിട്ടില്ല. മാക്സിമം വരുന്നുണ്ടെങ്കിൽ നോക്കാന്ന് പറയാനേ പറ്റുള്ളൂ. കാര്യം ഇവിടെ വരുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, എനിക്ക് തോന്നണില്ല എന്ത് ചെയ്താലും കിട്ടുമെന്ന്. അതുപോലെ ഭയങ്കര അൺടച്ചബിളാണ് സ്വർഗം, ഹെവൻ തന്നെ പറയല്ലേ ഉറപ്പായിട്ടും. അങ്ങനെയുള്ള കാഴ്ചകളെ കാണിച്ചു തരാം. വിശന്നിട്ട് നല്ല ഇടങ്ങേറായിക്കണം. ഇപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് നടക്കാം. ഇതിൽ ചാടിക്കടന്ന് വേണമായിരുന്നു വരാൻ. ചാടി ഇനി നമുക്ക് നേരെ ഈ മലയും കിടക്കണം. ശരിക്കും ഒരു സ്വർഗം തന്നെ. ഞാനും ഇത് വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്യാണ്ട് കാണിക്കുന്നത് ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റുമോ അത്രത്തോളം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാ. ഒരു സ്വർഗം ഉണ്ടെങ്കിൽ ഞാൻ കണ്ട സ്വർഗം ഇതാന്ന് പറയും. लेक पे രാവിലെ തുലിയാനിലേക്ക് പോകാൻ നമുക്ക് സമയമുണ്ട്. കറുത്ത ചെമ്മരിയാടെ വെളുത്ത ചെമ്മരിയാടെ ഇവിടെ മിക്കവരും വന്നിട്ട് ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുക ചെയ്യുക. ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പോകാനാണ് മിക്കവരും ചെയ്യാറ്. ഇവിടെ വന്നപ്പോഴാണ് അത് മനസ്സിലായത്. ഞങ്ങൾ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് ഒന്നും അറിയാണ്ട് അങ്ങനെ പോകുന്നു. ശരിക്കും നമുക്കും പേൽഗാമിൽ നിന്ന് ടെൻ്റ് രണ്ടെടുത്ത് വന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും കുക്കൊക്കെ ചെയ്ത് ഒരു ദിവസം ഇവിടെ കിടന്ന് ഇവിടെ രാത്രി ഇവിടെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി
രാവിലെ എണീക്കുമ്പോ ഈ ഒരു അറ്റ്മോസ്ഫിയർ എണീറ്റ് കഴിഞ്ഞാല് പിന്നെ എന്തായി വേണ്ടേ, അതിനേക്കാളും വലുത്. ഇത്ര ആംബിയൻസ് ഉണ്ട്. നമുക്ക് പറ്റിയില്ല, അടുത്ത വട്ടം വരുമ്പോഴെങ്കിലും നമ്മൾ ടെന്റ് ആയിട്ട് വരണം അല്ലേ. അപ്പൊ നിങ്ങൾ പ്ലാൻ ഇടുവാണെങ്കിൽ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യട്ടോ. ടെന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞങ്ങൾക്ക് മിസ്സായ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ആ വെള്ളച്ചാട്ടം ദൂരം കാണുന്നില്ലേ, അങ്ങോട്ടാ പോകേണ്ടത്. നേരെ വഴിയൊന്നുമില്ല, ആ വെള്ളച്ചാട്ടം നോക്കി നടന്നോന്നാ പറയണേ. ചെറിയൊരു മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്താൽ എന്താ അവസ്ഥ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. നോക്കാം എന്ത് പറ്റും, എങ്ങനെയാവും ഇവിടുത്തെ മഴ. പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലേ, സേഫാണ് ഏരിയയൊക്കെ. ആ ഇന്ന് ഈ കുന്നും കഴിഞ്ഞ് അപ്പുറം പോകണം നമുക്ക്. ഈ കല്ലൊക്കെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ മഴയത്ത് ഒലിച്ചു വന്ന സാധനങ്ങളായിരിക്കും മേളിൽ നിന്ന്. അവിടെ നിന്ന് ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ഒന്നിങ്ങനെ കുറേ വർഷങ്ങളായിട്ടുണ്ടാവും. രണ്ട് സൈഡിലും അങ്ങനെ ഒരു അവസ്ഥയല്ലേ. മഞ്ഞപ്പൂക്കളിക്കണ കൂടെ ഇല്ലേ. നമുക്ക് ആ മേളിലത്തെ വാട്ടർഫാളിൻ്റെ മേളിൽ പോകണം. അവിടെയാണ് ലേക്ക്. മേളിൽ ചെമ്മരി അടിക്കണ നമുക്ക്. ആ വെള്ള പൊട്ട് കണ്ടില്ലേ, അത് ചെമ്മരിയാടാ കേട്ടോ ആ നിൽക്കണൊക്കെ. ഫുള്ള് കോട മുടിക്കുക. നമ്മൾ വരാൻ നേരത്ത് കോട ഉണ്ടായിരുന്നില്ല, മലയൊക്കെ കാണാമായിരുന്നു, മഞ്ഞൊക്കെ കാണാമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മൂടിക്കുക. മേളിലൊക്കെ മഞ്ഞുമലയാണ്. കുഴയുടെ ഇടയ്ക്ക് കാണുന്നതൊക്കെ മഞ്ഞുമലയാണ് സംഭവം. കണ്ട് ലേക്ക് ഉണ്ടാവുക. ലേക്ക് ഒരു ഒന്നൊന്നര സംഭവമായിരിക്കും. വാലി എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ ലേക്ക് എന്തായിരിക്കും. പോവാ എന്തായാലും, സമയം കളയണ്ട നമുക്ക്, ലേറ്റാവും. അത്യാവശ്യം ലേറ്റായി എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയണത്. കാര്യം ഇനിയും മേലോട്ട് പോയിരുന്നെങ്കിലും പാടാണ്. നമ്മൾ കയറി വരുമ്പോൾ ലേറ്റ് ആവും. രാത്രി ആയി കഴിഞ്ഞാൽ മല ഇറങ്ങാൻ പറ്റൂല, കാടിറങ്ങാൻ പറ്റൂല. ഈ മല പിന്നെ ഇറങ്ങാം, കാടിറങ്ങാൻ പറ്റൂല. അപ്പോ ഇവിടെ ഇപ്പൊ കമ്പിളിയൊക്കെ എടുക്കണേ കുറച്ച് ആൾക്കാരെ കണ്ടു. അവർ ലോക്കൽസാ. അവരിങ്ങനെ ചെമ്മരിയാടിനെയൊക്കെ വളർത്തി അതിന്റെ കമ്പിളിയൊക്കെ എടുത്ത് ജീവിക്കണ ആൾക്കാരാ. ഓരോടൊപ്പം നിന്നോ, വിഷമിക്കേണ്ട, തിരിച്ചു വരുമ്പോ ഇവിടെ നിന്നാ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു ആശ്വാസമായി. അതിന്റെ ധൈര്യത്തില് ഞങ്ങള് പോരുന്നതാണ്. എന്തായാലും ഇനിയിപ്പോ മല കയറാം. ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ട്, മഴ ഇങ്ങനെ നൈസായിട്ട് പൊയ്യുന്നുണ്ട്. നമുക്കൊരു ശല്യം ആവണില്ല. നോക്കാൻ എന്തായാലും പോയി. ഇനി നല്ല കയറ്റുണ്ട്. അവിടുന്ന് അതാണ് കേട്ടോ വാലി, അതിനപ്പുറം ആ വാലി. അവിടുന്ന് നടന്ന് ഇങ്ങെത്തി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. ഇനി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. അവിടെ ചങ്ങായി വരുന്നുണ്ടല്ലോ അവിടുന്ന്. അപ്പോൾ കുതിരയൊക്കെ ചടപടയെന്ന് പറഞ്ഞ് കയറി പോകുന്നുണ്ട്. നമ്മളെ കൊണ്ട് എത്ര ഹൈറ്റിൽ പറ്റണ്ട, കുതിരക്കാരും പോകുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള വെള്ളം തീർന്നിരുന്നു. പിന്നെ നോക്കിയില്ല, ഇതേ പുഴയിൽ തന്നെ നമ്മൾ വെള്ളം പിടിച്ചു. അടിപൊളി വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വെള്ളം. അതുപോലെ തന്നെ ഭയങ്കര ആ ഫ്രീസറിലൊക്കെ വെച്ചിട്ട് എടുക്കണ പോലത്തെ വെള്ളം. എന്തായാലും അത് പിടിച്ച് വീണ്ടും നിലയ്ക്ക് നടക്കാം. അതിനിടയിൽ മലയാളികളെ കണ്ടു ഇറങ്ങി വരുന്നവരെ അവർ ബൈസാറാനിൽ രാവിലെ 6 മണിക്ക് ഇങ്ങോട്ട് കയറിയതാണ്. അവരിപ്പോൾ കണ്ട് തിരിച്ചിറങ്ങണം. അവർ ഇന്നലെ വന്ന് ബൈസാറാനിൽ സ്റ്റേ അടിച്ചു. ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ പേൽഗാമിൽ നിന്ന് നടക്കുന്ന ആൾക്കാരും. ബാക്കി എല്ലാവരും ബൈസാറാനിൽ സ്റ്റേ അടിച്ചിട്ട് നടക്കണവരാ. നല്ല കുത്തനുള്ള ഏറ്റാട്ടോ. അതില്ലേ
നല്ല രീതിയിൽ ഹൈക്ക് ചെയ്യണം. പക്ഷെ കയറുന്നതിനൊക്കെ കൊള്ളമുണ്ട്, വെറുത്താണെന്നാണ് കയറിയിട്ട് ഇറങ്ങിയവരൊക്കെ പറഞ്ഞത്. ആ ഒരു മോട്ടിവേഷനിൽ നമ്മളിങ്ങനെ കയറുക. വന്നണക്കല്ല, ഇപ്പോൾ അന്തരീക്ഷം നല്ലപോലെ മാറി. ഫുൾ കോടയെന്ന് പറഞ്ഞാൽ അടുത്ത് വരെ കോടയുള്ള രീതി. ഫുള്ള് ചുറ്റിൽ നല്ല തണുപ്പടിക്കുന്നുണ്ട്. കേറല്ലേ, ബാ ഇനി നമുക്ക് മേലോട്ട് പോകണം. നല്ലപോലെ കിതക്കുണ്ട്. അപ്പോൾ ഒന്ന് ഇതേപോലെ കയറി ഭാവിലോട്ട് കയറുക. പിന്നെ ഒരു കാര്യം, ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ ബാധിക്കുന്നുണ്ടാവും. ഇവിടെ ഓക്സിജൻ കുറവായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഈ ഹായിക്കുന്നത്. പയ്യെ കയറുക. അതായത് രസമുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ശരിക്കും. അപ്പോൾ സംഭവം ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും മൊമെന്റ്സ്, ഈ മൊമെന്റ്സ് ജീവിതത്തിൽ ഇനി മറക്കൂല. അത്ര അടിപൊളിയാണ്. ഫുള്ള് കോടമഞ്ഞ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ജങ്ങൈക്കൻ്റെ അടുത്തായിരിക്കണേ. മഴയും പെയ്യുന്നുണ്ട്. കോട ചില സമയത്ത് ചതിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. എന്നാലും കോടയുടെ ഒക്കെ എടുത്തു വയ്ക്കാറട്ടെ, ഇല്ലെങ്കിൽ പണിയിട്ടു തണുത്ത് ചാവും. ഒരു നൈസിനൊരു പണി കിട്ടി. നൈസിനെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി പകുതി അല്ല, നമ്മുടെ അവസാനത്തെ മലയുണ്ടല്ലോ, ഒരു 95% കവർ ചെയ്തു. ഒരു 5% കൂടെ ഉള്ളൂ, ഒരു മലയും കൂടെ കയറേണ്ടായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഭയങ്കര മഴ പെയ്തു. നമുക്ക് ഉള്ളിലേക്ക് കയറി പോകാൻ പറ്റാത്ത രീതിയിൽ മഴ പെയ്തു. അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മളെന്നാ പിന്നെ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ കയറാം. കാര്യം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ മഴയാവും, രാവിലെ തൊട്ട് ഉച്ചവരെ മാത്രമേ വെയിൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ തിരിച്ചറിയാം. എന്തായാലും കുഴപ്പമില്ല, നമ്മളിവിടെ ടെന്റ് എടുത്ത് നിൽക്കണമെന്ന് വിചാരിച്ചാണ്. നമുക്ക് ടെന്റ് കിട്ടിയില്ല, അതിന് പകരം ഇവിടെ ഉള്ള ലോക്കൽസിന്റെ അടുത്ത് നമുക്കൊരു സ്റ്റേ കിട്ടി. ഹോം സ്റ്റേ പോലെ. ഇത് കഴിച്ചിട്ട് ചായയും കുടിച്ചു, അങ്ങനെ ഫുഡും കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഉള്ളിൽ അവരുടെ ലൈഫ് സ്റ്റൈലും കാണിച്ചിങ്ങളും ഒന്നും കാണിക്കാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, അവരത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഈ യൂട്യൂബിന്റെ കാര്യമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതോ അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. എന്തായാലും രാത്രിയിലോ മറ്റോ ഇനി കഴിക്കാൻ പോകുമ്പോൾ ഒന്നുകൂടെ ചോദിച്ചതിന് ശേഷം വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്ത് അവരുടെ ലൈഫ് സ്റ്റൈലും കാണിച്ചു തരാം. കാണേണ്ട കാര്യങ്ങൾ ഉണ്ട് അതിൽ. കാര്യം വ്യത്യസ്തമായിട്ടൊരു കൾച്ചറാണ് ഇത്. ശരിക്കും ഇവിടുത്തെ ആട്ടിടയന്മാരുടെ ഒരു വീടാണ്. ബെൽഗാം അറിയപ്പെടുന്നത് തന്നെ ആട്ടിടയന്മാരുടെ സ്ഥലം എന്നാണ്. ഇപ്പോൾ നാളെ രാവിലെ നമ്മൾ എവിടെ വെച്ച് ട്രെക്കിംഗ് അവസാനിപ്പിച്ചോ അവിടെ വെച്ച് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഇന്നിനിപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ കുറച്ച് നേരം ഇവിടെ എങ്ങനെ ഇരുന്ന് ഒന്ന് പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യും. കാര്യം രാവിലെ മുതൽ തന്നെ ട്രെക്കിംഗ് ചെയ്തിട്ട് നല്ലപോലെ തണുന്നിക്കണം. അതുകൊണ്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് പീസ്ഫുള്ളായിട്ട് സൂര്യാസ്തമനമൊക്കെ എൻജോയ് ചെയ്തിട്ട് നാളെ ട്രെക്കിങ്ങിന് പോകാം. നാളെ കാണാം.